അപ്പോൾ കളിയാവേശം അത് നാടും നഗരവും ഒക്കെ തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നാട്ടിലെ വൈബ് അറിയാൻ, വേൾഡ് കപ്പ് വൈബ് അറിയാനാണ്. വമ്പന്മാർ കളത്തിലിറങ്ങുന്നതോടെ നാടെങ്ങും ആവേശം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനുണ്ട്. അജി, ബ്രസീലിന്റെ കളി കഴിഞ്ഞു. നമ്മൾ കോഴിക്കോട് നിന്നുമൊക്കെയുള്ള കാലത്ത് റിപ്പോർട്ടുകൾ എടുത്തതാണ്. ഇന്ന് എന്തായിരിക്കും? ജർമ്മനിക്കും നെതർലാൻഡ്സിനും ഒരു പിടി ആരാധകരുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ റൊമാൻറ്റിക് ആരാധകരായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ടോട്ടൽ ഫുട്ബോളിനെയൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ആരാധകരായിരിക്കും നെതർലാൻഡ്സിനെയൊക്കെ ഉണ്ടാവുക. ജർമ്മനിക്കും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും അനിൽ, ജർമ്മനിക്ക് കൃത്യമായ ഫാൻ ബേസ് കോഴിക്കോടുണ്ട്. അതിനു മുൻപ് ഒരു 30 സെക്കൻഡ് അനിൽ എനിക്ക് തരണം. ഞാനൊരു കാഴ്ച പ്രേക്ഷകരിൽ നിന്ന് കാണിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കുരിക്കത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഈ ഗ്രാമം ഒന്നടങ്കം, അതായത് ചെറിയ കുട്ടികളടക്കം ഒന്നടങ്കം ഫുട്ബോളിന്റെ ആരാധകരാണ്. നമുക്ക് കാണാം ജർമ്മനിയുടെ ഫാൻ ബേസ് ഇവിടെ ഉണ്ട്, ബ്രസീലുണ്ട്, പോർച്ചുഗലുണ്ട്, ഒപ്പം തന്നെ ഇറ്റലിയുണ്ട്. അങ്ങനെ എല്ലാ ക്ലബ്ബുകളുടെയും ആളുകൾ ഇവിടെ ഉണ്ട്. അതിനു മുമ്പ് 2 വിസ്മയ കാഴ്ചയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇതിഹാസ താരങ്ങൾ പെലെയും ഒപ്പം തന്നെ മർഡോണയുടെയും അടക്കമുള്ള വലിയ തലത്തിലുള്ള സ്റ്റാച്ചു നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് സരലയ മ്യൂസിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇതിവിടെ നടത്തുന്നത്. അത് മാത്രമല്ല അനിൽ, ഇത് നോക്കൂ, ആ വലിയൊരു പന്തൽ നമുക്ക് കാണാം. ഇവിടെ വലിയ LED സ്ക്രീൻ വെച്ചിട്ടുണ്ട്. പന്തൽ 500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തലൊക്കെ അവർ രൂപീകരിച്ചിട്ടുണ്ട്. ജർമ്മൻ ഫാൻസ് കുരുക്കത്തൂർ, കുരുക്കത്തൂരിന്റെ ജർമ്മൻ ഫാൻസിന്റെ മുതലാളിക്കൊപ്പമാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഇന്നത്തെ കളി? ജയിക്കുമോ? കളി തീർച്ചയായും ജയിക്കും. നല്ല ഗോൾ അടിച്ചിട്ട് നല്ല വിജയം ഇന്ന് ജർമ്മനിക്ക് ഉണ്ടാകും. ഞങ്ങൾ ഒരു 2 ടൈമായിട്ട് 1-ാം റൗണ്ടിൽ പുറത്തായതിന് ക്ഷീണം മുഴുവൻ ഈ വേൾഡ് കപ്പിൽ തീർക്കുന്നതാണ്. ആ രീതിയിലുള്ള കളിയായിരിക്കും നടക്കുക. ഇന്നത്തെ കളി മാത്രമല്ല, എല്ലാ കളികളും ജയിച്ചുകൊണ്ട് ഞങ്ങൾ നല്ല വിജയത്തോടിയിട്ട് മുന്നോട്ട്. ആത്മവിശ്വാസമുണ്ട്, തീർച്ചയായും 100% ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഇതുള്ള ആരുമില്ല. അർജന്റീനയും ബ്രസീലും ഒക്കെ ഞങ്ങൾക്ക് പുറകിലാണ്. ബ്രസീൽ ഒരു കപ്പിന്റെ ബലത്തിൽ മാത്രം മുന്നിൽ നിൽക്കുകയാണ്. ബാക്കി എല്ലാ രീതിയിലും ജർമ്മനി തന്നെയാണ് കരുത്തർ തന്നെയാണ്. ഒരു കുട്ടി ജർമ്മൻ ആരാധകയും കൂടെ ഉണ്ട്. എങ്ങനെ, ജർമ്മനി ജയിക്കുമോ? ജർമ്മനി തീർച്ചയായും ജയിക്കും. ആണോ? ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ? ആണോ? പിന്നെ എന്തുകൊണ്ടാണ് ജർമ്മനി ഇഷ്ടപ്പെടാൻ കാരണം ഒരുപാട് കുട്ടികൾ അർജന്റീനയുടെ ആരാധകരാണ്, മെസ്സിയുടെ ആരാധകരാണ്, നെയ്മറിന്റെ ആരാധകയാണ്. എന്താ മോക്ക് ജർമ്മനിയോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം? എനിക്ക് ജർമ്മനിന്റെ കളിയാണ് ഇഷ്ടം. ആണോ? അതെന്താ? ജർമ്മനി കളിക്കുന്ന അടിപൊളിയാ. ആണോ? അടിപൊളിയാണ്. ഇങ്ങനെ കൊച്ചു കുട്ടികളടക്കം ജർമ്മനിയുടെ ആരാധകരാകുമ്പോൾ നമുക്ക് ഇവരോടും കൂടെ ചോദിക്കാം. തലമുതിർന്ന ഒരു ജർമ്മൻ ആരാധകരുണ്ട്, വർഷങ്ങളായി ജർമ്മന്റെ തന്നെ ആരാധകരാണ്. എങ്ങനെ, കപ്പ് കൊണ്ടുപോകും? ഉറപ്പല്ലേ? പക്ഷേ അർജന്റീനക്കാർ വിട്ടുതരത്തില്ലെന്ന് പറയുന്നത്. അർജന്റീനക്ക് ആളുകളൊക്കെ കൂടുതലുണ്ടാവും, പക്ഷെ ഞങ്ങൾ കപ്പ് കൊണ്ടുപോകും. അതാണ് കോൺഫിഡൻസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.